ഹലോ, അമയാസ് കറിവേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് നല്ല മൊരിഞ്ഞ നല്ല ഒരു ഉഴുന്നുവട എങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുവട നല്ല പെർഫെക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് ഉഴുന്ന് ഒരു 2 മണിക്കൂർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമുള്ള ഉഴുന്നാണിപ്പോൾ ഇത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഉഴുന്ന് കുതിർത്ത് വെക്കാൻ നോക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഒരുപാട് ഉഴുന്നിട്ട് അരക്കരുത്, കുറച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ വെള്ളമില്ലാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് ഉഴുന്നിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉഴുന്നേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്പൂൺ വെള്ളം ഒഴിക്കാവൂ. നമ്മൾ സ്പൂൺ കണക്കിലേ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂണിലൊന്നും കൂടരുത്. അല്ലാതെ നമ്മൾ ഗ്ലാസ്സിലൊന്നും എടുത്ത് ഒഴിച്ച് കൊടുക്കരുത്. കട്ടിക്ക് വേണം നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു ബാറ്റർ ഇരിക്കാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ അരച്ച് പകുതി ആയപ്പോഴത്തേനും അരയ്ക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അതുകൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ആ മാവ് ഞാൻ ഇവിടെ നല്ലതായിട്ട് ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒരുപാട് ചേർക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചെറിയ തരികളൊക്കെ കാണും. എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ എല്ലാ ഉഴുന്നും ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് മാവ് ടൈറ്റാക്കി എടുക്കാം. അതേപോലെ മാവ് ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ച മാവ് ഒന്നുകിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. കാരണം ഇത് ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയുള്ള നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല ഒരു മെത്തേഡാണിത്. നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ മാവെല്ലാം നന്നായിട്ട് ഇപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയത്തില്ലേ, അത് ഒരല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അതിലേക്കുള്ള സാധനങ്ങൾ ചേർത്തത് പറഞ്ഞു തരാം. ഇപ്പം ഞാനിതിപ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മാവ് ഇപ്പം നമ്മൾ പൊങ്ങാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. മിനിമം നമ്മൾ 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിൽ കൂടുതലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ മാവ് ഇവിടെ സ്വല്പം പൊങ്ങിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നോക്കിയേ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് എപ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കാൻ എടുക്കുന്നത് ആ നേരത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. അതിൻ്റെ മുമ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കയ്പ്പരസം പോലെ വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കാൻ എടുക്കുന്നത് ആ നേരത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. കുറച്ച് കുരുമുളക് ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്ത്. കുരുമുളക് പൊടി ചേർക്കരുത്. കുരുമുളക് ഒന്നായിട്ടും ചേർക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റം കൂടി നമ്മൾ ഉഴുന്നുവടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉഴുന്നുവടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു തവിയോ ചെറിയൊരു സ്പൂണോ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എണ്ണ ചൂടാക്കിയിടണം. എന്നിട്ടേ നമ്മളിവിടെ ഉഴുന്നുവടയുടെ ഷേപ്പ് ആക്കാനൊക്കെ തുടങ്ങാവും. അതിനുവേണ്ടി ആദ്യം കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അതിൽ കൈ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കണം. 2 കൈയും നന്നായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കണം. ഇങ്ങനത്തെ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ ഓപ്പോസിറ്റുള്ള കയ്യിൽ വെച്ചിട്ട് നടുവശത്ത് തന്നെ ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുത്താൽ മതി. കണ്ടോ? എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഉഴുന്നുവട ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കി ഒരുപാട് ഉഴുന്നുവട ഇട്ട് കൊടുക്കരുത്. മാക്സിമം ഒരു 2 or 3 ഉഴുന്നുവട ഇട്ടേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവൂ. ബാക്കിയും കൂടെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉഴുന്നുവട ഞാനിപ്പം 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ് കളർ ചേഞ്ച് ആയിരിക്കുന്നത്. 3 അല്ലെങ്കിൽ 4 നമ്മൾ ഇട്ട് കൊടുക്കാവൂ. തീ ലോ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലും വെക്കരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം നന്നായിട്ട് ചിലപ്പോൾ മൊരിഞ്ഞ് കിട്ടും, ഉൾവശം വേവാതെ വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് 2 സൈഡും നല്ല ഗോൾഡൻ കളറാവുന്നതും വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉഴുന്നുവട ഇവിടെ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കാണിച്ചിട്ട് നമ്മുടെ അടുത്ത സെറ്റ് ഉഴുന്നുവടയും എണ്ണയ്ക്കകത്ത് കിടന്നിപ്പം നന്നായിട്ട് മൊരിയുവാണ്. കണ്ടോ? നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം ഉള്ളതുകൊണ്ടാണ് നന്നായിട്ട് ഉഴുന്നുവട പൊങ്ങി വരുന്നത്. കണ്ടോ? അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. എന്നിട്ട് നമ്മുടെ അടിപൊളി ഉഴുന്നുവട ഇവിടെ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ? നല്ല സൗണ്ട് കേൾക്കാവോ? നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയുമാണ്. ചൂടാ ഉൾഭാഗം കണ്ടോ? നന്നായിട്ട് വെന്ത് നല്ല അടിപൊളി ഉഴുന്നുവടയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉഴുന്നുവട നമുക്ക് ഇനിയിപ്പം മഴയല്ലേ, ഒരു ഗ്ലാസ് കടുങ്കാപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയോ കൂടെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ആ ഒരു കായപ്പൊടി ഇടുന്ന കാര്യം ആരും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. വെള്ളത്തിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉഴുന്നുവട റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അറിയാവുന്ന ഫ്രണ്ട്സിന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കൂട്ടത്തിൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. വീണ്ടും ഇതുപോലത്തെ ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു.